കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൂടി വരുവാനായി സർവശക്തൻ്റെ ദൈവത്തിൻ്റെ കൃപ നമുക്കുണ്ടായതോർത്ത് ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും കരയറ്റാം. ഈ നോമ്പിൻ്റെ മൂന്നാമത്തെ സന്ധ്യാപ്രാർത്ഥനയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നോമ്പ് എന്നതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ആഴമേറിയ അനുഭവങ്ങളെ ഉൾക്കൊള്ളേണ്ടതിൻ്റെ ആവശ്യകത നാം തിരിച്ചറിയുന്നുണ്ട്. നോമ്പ് എന്ന് പറയുന്നത് അതൊരു തിരിച്ചുവരവ് ആണ് എന്ന്, ഈ ഒരു തിരിച്ചുവരവിൽ ജീവിതത്തിൽ തിരുത്തലുകൾ ഉണ്ടാകണം. തിരുത്തലുകളിൽ കൂടെ മാത്രമേ കാൽവരി രക്ഷയിലേക്കും പ്രവേശിപ്പാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ എന്ന് കഴിഞ്ഞ നാളുകളിൽ നാം കേൾക്കേണ്ടായി. തിരുത്തലുകളുടെ ഒന്നാമത്തെ പാഠം അതൊരു അനുരഞ്ജനത്തിൻ്റെ അല്ലെങ്കിൽ രമ്യപ്പെടലിൻ്റെ ഒരു അനുഭവമാണ് എന്ന് കേൾക്കേണ്ടായി. ആ ഒന്നാമത്തെ പാഠത്തിൻ്റെ ഒന്നാമത്തെ അവസ്ഥ, രമ്യപ്പെടലിൻ്റെ ഒന്നാമത്തെ അവസ്ഥ നാം പഠിച്ചു കഴിഞ്ഞു. രമ്യപ്പെടേണ്ടത് സഹോദരങ്ങളോടുകൂടെ ആകണം, സഹോദരന്മാരോടുകൂടെ ആകണം, പ്രിയപ്പെട്ടവരോടുകൂടി ആകണം, സ്നേഹിതരോടുകൂടി ആകണം എന്നുള്ള ആ ഒരു രമ്യപ്പെടലിൻ്റെ അനുഭവത്തെ നാം കേൾക്കേണ്ടായി. രമ്യപ്പെടലിൻ്റെ രണ്ടാമത്തെ അവസ്ഥയിലേക്കാണ് ഇന്ന് നാം പ്രവേശിക്കുവാനായിട്ട് പോകുക. രമ്യത എന്ന് പറയുന്നത് ഒരു അനുരഞ്ജനം ആണ് എന്ന് നാം കേൾക്കേണ്ടായി. ഏറ്റുപറച്ചിലാണ്, അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയാണ്. അനുതാപത്തിൻ്റെയും ഏറ്റുപറച്ചിൻ്റെയും അനുഭവത്തിൽ മുൻപിൽ നിൽക്കപ്പെടുന്ന മനുഷ്യൻ്റെ സന്നിധിയിൽ ആയിരിക്കപ്പെടുക എന്നതാണ് അനുരഞ്ജനം എന്ന് പറയപ്പെടുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം പുറപ്പെടുമ്പോഴും ആ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് അവർ കടന്നു വരുമ്പോൾ രണ്ട് രാജ്യം നാശമുണ്ടാകുന്നു എന്ന് ആ ഒരു ചിന്ത ഉൾക്കൊള്ളുന്ന സാഹചര്യത്തിൽ പരസ്പരമുള്ള ഒരു രമ്യപ്പെടലുകൾ ഉണ്ട്, ഒരു അനുരഞ്ജനമുണ്ട്, പരസ്പരം കൈകൊടുക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ശത്രുവും ഒന്നായി തീരപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അതിനെയാണ് ഈ അനുരഞ്ജനം എന്ന് പറയപ്പെടുന്നത്. രമ്യത പറഞ്ഞു തീർത്ത് സൗമ്യതയോടുകൂടെ സമാധാനത്തോടുകൂടെ മുന്നോട്ട് കടന്നു പോകുന്ന ഒരവസ്ഥയാണ് ഈ അനുരഞ്ജനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അനുരഞ്ജനത്തിൻ്റെ ഒന്നാമത്തെ അവസ്ഥ അത് എൻ്റെ സഹോദരനോടുകൂടെ ആകണം എന്ന്. അതിൻ്റെ രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയപ്പെടുന്നത് അതെൻ്റെ മാതാപിതാക്കളോടുകൂടെ ആകണം എന്ന ചിന്തയാണ്. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് തിരുത്തൽ അല്ലെങ്കിൽ അനുരഞ്ജനം എന്ന് പറയുന്ന ഈ നിരപ്പ് എന്ന് പറയപ്പെടുന്നത് അത് എൻ്റെ മാതാപിതാക്കളോടുകൂടെ ആകപ്പെടണം എന്നതാണ്. എഫേസ്യർ ലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം ഒന്ന് കടന്നു വരുമ്പോഴും അവിടെ പറയുന്നത് 10 കൽപ്പനകളുടെ ഒരു 4-ാമത്തെ കൽപ്പനയാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: മക്കളെ, നിങ്ങളുടെ അപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുവൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടുകൂടി ഇരിക്കുവാനും നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടെ നൽകപ്പെട്ട ആദ്യ കൽപ്പന ആകുന്നു. 4-ാമത്തെ കൽപ്പന മക്കളോടുകൂടെ എന്ന ഒരു കൽപ്പന ആണ്. മക്കൾ തങ്ങളുടെ മാതാപിതാക്കൾ അനുസരിക്കുക എന്ന് പറയുമ്പോഴും നമ്മുടെ കുഞ്ഞുമക്കളെ കുറിച്ചിട്ട് മാത്രമല്ല ഈ ഒരു ചിന്ത ഇവിടെ നൽകുന്നത്. അപ്പനമ്മമാർ ജീവിച്ചിരിക്കുന്ന അപ്പനമ്മമാരുണ്ടാകുന്ന ഏതൊരു മക്കളുടെ അവസ്ഥയിൽ കടന്നു പോകേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ചിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. നിങ്ങളുടെ അമ്മയപ്പന്മാരെ നിങ്ങൾ അനുസരിക്കുവൻ, അവരെ ബഹുമാനിക്കുക. 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അനുസരിക്കുക. എന്താണ് ഈ അനുസരണം എന്ന് പറയുന്നത്? കേൾക്കുന്നത്, പറയുന്നത് കേൾക്കുവാനും അത് പ്രാവർത്തികമാക്കി തീർക്കുവാനും ചെയ്യപ്പെടുന്ന ഒരവസ്ഥയാണ് അനുസരിക്കുക എന്ന് പറയുന്നത്. ഏതൊരു കാര്യം ചെയ്യുവാൻ പറയരുതാലും ആ ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു സാഹചര്യത്തെ അനുസരിക്കുക എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയും. രണ്ടാമത് പറയപ്പെടുന്നത് ബഹുമാനിക്കുക എന്ന് പറയപ്പെടുന്നത് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ അശേഷം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ബഹുമാനം. ഒരു കാലഘട്ടത്തിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ മുതിർന്നവർ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ ആയിരിക്കുന്നിടത്തു നിന്നും ഒന്ന് എഴുന്നേൽക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ഒരു കാലഘട്ടത്തിൽ മുതിർന്നവരോ ബഹുമാനിക്കപ്പെടേണ്ട മനുഷ്യൻ മുൻപിലേക്ക് വരുമ്പോൾ ആ മടുത്തെടുത്തിരിക്കുന്നതായ മുണ്ട് ഒന്ന് അഴിച്ചിടപ്പെടുന്നൊരവസ്ഥയുണ്ട്. ആ എഴുന്നേൽക്കപ്പെടുന്നൊരവസ്ഥ അല്ലെങ്കിൽ അവിടെ മുമ്പിൽ താഴ്മയോടുകൂടി നിൽക്കപ്പെടുന്നൊരവസ്ഥയാണ് ബഹുമാനിക്കപ്പെടുക എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങളാണ്
ഇന്ന് ദൈവവചനം നമ്മോട് പറഞ്ഞു. ഈ മുമ്പ് കാലഘട്ടത്തിൻ്റെ 3-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ രാത്രിയിൽ കർത്താവ് പറയപ്പെടുന്നു, നിൻ്റെ മാതാപിതാക്കളെ നീ അനുസരിക്കുക എന്ന് പറയപ്പെടുമ്പോൾ അവരോടൊപ്പമുള്ള ഒരു രമ്യതയുടെ അനുഭവത്തിലേക്ക്, അവരോടൊപ്പമുള്ള അനുരഞ്ജനത്തിൻ്റെ അനുഭവത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലുക എന്നത് തന്നെയാണ്. അങ്ങനെ രമ്യതയുടെ അനുഭവത്തിലേക്ക് കടന്നുപോയ ഒരു സ്ത്രീയെ നമ്മുടെ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകും. അത് രൂത്തിൻ്റെ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് രൂത്ത് എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ കഥാപാത്രത്തെയാണ്. ഈ സ്ത്രീ കഥാപാത്രത്തെക്കുറിച്ച് വേദപുസ്തകം പറയപ്പെടുന്നത് അവൾ എല്ലാം നഷ്ടമായവളാണ്. തൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു പോയവളാണ്. തൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി. ബന്ധുജനങ്ങളൊക്കെ വിട്ടേച്ച് ഭവനത്തിൽ ജീവിക്കപ്പെടുമ്പോൾ അകാലത്ത് പൊലിഞ്ഞു പോകപ്പെടുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ കൂടെ കടന്നുപോയ രൂത്തിനോടുകൂടെ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്. മകളെ, നീ നിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുക. നിൻ്റെ അപ്പനും അമ്മയും നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കുടുംബത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലുക. എന്നാൽ രൂത്ത് തൻ്റെ അമ്മായിയമ്മയോടുകൂടെ പറയുന്നൊരു കാര്യമുണ്ട്, നീ എവിടെയാണോ പോകുന്നത് അവിടെ ഞാൻ നിന്നോടുകൂടെ ഉണ്ടാകും. നീ എവിടെയാണോ താമസിക്കുന്നത് അവിടെ ഞാൻ നിന്നോടുകൂടെ താമസിക്കും. നീ എവിടെയാണോ മരിക്കുന്നത് അവിടെയും ഞാൻ മരിക്കും. നീ എവിടെയാണോ അടക്കം ചെയ്യപ്പെടുന്നത് അവിടെ ഞാൻ അടക്കം ചെയ്യപ്പെടും. ഇതാണ് രമ്യത അല്ലെങ്കിൽ അനുരഞ്ജനം എന്ന് പറയപ്പെടുന്നത്. മാതാപിതാക്കന്മാരോടുകൂടെയുള്ള അനുരഞ്ജനം എന്ന് പറയുന്നത് ഇതാണ്. നീ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിൽക്കുവാനായിട്ട് എനിക്ക് കഴിയും. നീ എവിടെയാണോ ജീവിക്കുന്നത് അവിടെ ജീവിക്കുവാനായിട്ട് എനിക്ക് കഴിയും. നീ എവിടെയാണോ മരിക്കുന്നത് അവിടെ ഞാൻ മരിക്കപ്പെടും. നീ എവിടെയാണോ അടക്കം ചെയ്യപ്പെടുന്നത് അവിടെ എനിക്ക് അടക്കം ചെയ്യുവാനായിട്ട് കഴിയും. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഈ ഒരു അനുരഞ്ജനം നഷ്ടപ്പെട്ടു പോകുകയാണ്. മാതാപിതാക്കൾ വൃദ്ധസദനങ്ങളിലും അനാഥാലയങ്ങളിലും അകപ്പെട്ടു പോകുമ്പോൾ അവരുടെ അടക്ക ശുശ്രൂഷയ്ക്ക് പോലും കടന്നു വരുവാൻ മനസ്സില്ലാതെ, സാഹചര്യമില്ലാതെ, സമയമില്ലാതെ മാറി നിൽക്കപ്പെടുന്ന മക്കളുടെ ജീവിതാനുഭവങ്ങൾ. എവിടെയാണ് തിരുത്തലുകൾ ഉണ്ടാകപ്പെടുക? എവിടെയാണ് അനുരഞ്ജനം ഉണ്ടാകപ്പെടുക? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കുക മാത്രമല്ല, അവരെ ബഹുമാനിക്കുക മാത്രമല്ല, അവരോടുകൂടെ രമ്യതയിൽ പങ്കുചേരുവാനായിട്ട്, അവരുമായുള്ള ഒരു അനുരഞ്ജനത്തിൻ്റെ അനുഭവത്തിലേക്ക് എനിക്കൊന്ന് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് കഴിയുമ്പോൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഒരു തിരുത്തലുകളുടെ അനുഭവത്തെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധ്യമാവുകയുള്ളൂ. എന്താണ് തിരുത്തൽ? ഇവിടെ രമ്യതയുടെ അനുരഞ്ജനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തെ ഇങ്ങനെയാണ് പറയപ്പെടുന്നത്, മാതാപിതാക്കളോടുകൂടെയുള്ള ഒരു അനുരഞ്ജനം, രമ്യത നമുക്കുണ്ടാകണം. അവിടെ എവിടെയാണ് തിരുത്തൽ ഉണ്ടാകപ്പെടുന്നത്? ബഹുമാനമില്ലാത്തതിൽ നിന്നും അനുസരണമില്ലാത്തതിൽ നിന്നും അനുസരണത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഒരു തലങ്ങളിലേക്ക് എഴുന്നേൽക്കപ്പെടുക എന്നതാണ് തിരുത്തൽ എന്ന് പറയപ്പെടുന്നത്. കാൽവരി ക്രൂശിലേക്കുള്ള യാത്ര അതൊരു തിരുത്തലിൻ്റെ യാത്ര തന്നെയാണ്. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുവാൻ, അവരെ ബഹുമാനിക്കുവാൻ. അവിടെ ഒരു പ്രതിഫലം നൽകുന്നത് ഇങ്ങനെയാണ്, നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാനും നന്മയുണ്ടാകുവാനും അത്രയാണ്. അപ്പോൾ നിൻ്റെ മാതാപിതാക്കളെ നീ ആദരിക്കുമ്പോൾ, നിൻ്റെ മാതാപിതാക്കളോടുകൂടെയുള്ള ഒരു നിരപ്പിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ, രമ്യതയുടെ അനുഭവത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലപ്പെടുമ്പോൾ അവിടെ പ്രതിഫലമുണ്ട്, നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ഏസാവ് യാക്കോബിൻ്റെ ജീവിതം കഴിഞ്ഞ രാത്രിയിൽ ഓർമ്മപ്പെടുത്തി. അവിടെയും യാക്കോബ് എന്ന മകൻ ഇസഹാക്ക് എന്ന് പറയപ്പെടുന്ന അപ്പനെ പറ്റിച്ച് വഞ്ചിച്ചും ഓടിപ്പോകുന്ന ഒരു മകനാണ്. ആ മകൻ അപ്പനുമായുള്ള രമ്യതയിലേക്ക് മടങ്ങി വരുന്നില്ല. അവൻ അപ്പനെ പറ്റിച്ച്, അപ്പനെ വഞ്ചിച്ച്, അപ്പൻ്റെതായ അനുഗ്രഹം പോകേണ്ട ഇടത്തുനിന്നും തട്ടിപ്പറിച്ചിട്ട് ഓടിപ്പോകുന്ന ഒരു മകനാണ് യാക്കോബ്. ആ യാക്കോബിൻ്റെ ജീവിതം എന്ന് പരിശോധിച്ച് നോക്കുക. യാക്കോബ് പോയതോടെ ഇടത്തൊക്കെയും നഷ്ടങ്ങളാണ്, വേദനയാണ്. അവൻ്റെ അമ്മായി അപ്പൻ പോലും അവനെ ചതിക്കുകയാണ്, വഞ്ചിക്കാൻ. ലാബാൻ അവനെ വഞ്ചിക്കുകയാണ്. തന്നെ മകളെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മറ്റൊരു മകളെ കൊടുത്ത് വഞ്ചിക്കുകയാണ്. അവൻ്റെ കീഴിൽ വേല ചെയ്യുവാനായിട്ട് അവനെ പറഞ്ഞു പറ്റിക്കുന്നൊരവസ്ഥ. അപ്പനെയും പറ്റിച്ച് ഓടിപ്പോകുന്ന മകൻ ഒരിടത്തും ശരിയായ ഒരു ജീവിത തലത്തിലേക്ക് ഉയരപ്പെടുന്നില്ല എന്നതാണ് യാക്കോബിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കളോടുകൂടെ ഒരു അനുരഞ്ജന അനുഭവത്തിലേക്ക് ഞാനൊന്ന് കടന്നു വരികയാണെങ്കിൽ അവിടെ എനിക്ക് കിട്ടുന്നത് എൻ്റെ അപ്പൻ്റെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും എൻ്റെ അമ്മയുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അനുഭവങ്ങൾ തന്നെയാണ്. അവിടെയാണ് തിരുത്തൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകപ്പെടേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ തിരുത്തലാണ് കാൽവരി ക്രൂശിലേക്ക് നടക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മറ്റൊരു പാഠം എന്ന് നാം തിരിച്ചറിയണം. മാതാപിതാക്കന്മാരോടുകൂടെ രമ്യതയില്ലാത്ത ജീവിതം,
അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിയണം. വേദപുസ്തകത്തിൽ അങ്ങനെയുള്ള ജീവിതത്തെക്കുറിച്ച് ഒത്തിരിയേറെ വചനങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാമത്തെ വചനമാണ് ലേവ്യ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യം. ലേവ്യ പുസ്തകം 20-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യം എങ്ങനെയാണ്? അപ്പനെയോ അമ്മയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. അവൻ അപ്പനെയും അമ്മയെ ശപിച്ചു, അവൻ്റെ രക്തം അവൻ്റെ മേൽ ഇരിക്കും. അപ്പോൾ അപ്പനോടും അമ്മയോടും കൂടെ നിരപ്പില്ലാത്തൊരു ജീവിതം, അനുരഞ്ജനമില്ലാത്ത ജീവിതം, അത് മരണശിക്ഷയുടെ ജീവിതം ആണ് എന്ന് പറയുകയാണ്. അതുപോലെ ആവർത്തന പുസ്തകം 27-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവനെ ശപിക്കപ്പെട്ടവനാണ്. നാം പറയാറുണ്ട് നമ്മുടെ മക്കൾ അങ്ങനെയാണ് എന്ന്. എന്നാൽ നമ്മുടെ മക്കളെല്ലാം ഞാനൊരു മകനായി തീരുമ്പോൾ, ഞാനൊരു മകനായി ജീവിക്കുമ്പോൾ എന്നോടുകൂടെ തിരുവചനം ഈ നോമ്പ് കാലഘട്ടത്തിൽ പറയുകയാണ്, നിൻ്റെ അപ്പനെ നീ അമ്മയെ നീ നിന്ദിക്കുന്നുണ്ടെങ്കിൽ, പരിഹസിക്കുന്നുണ്ടെങ്കിൽ നീ ശപിക്കപ്പെട്ടവൻ തന്നെയാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അപ്പനെയോ അമ്മയോ ദുഷിക്കുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകുമെന്നാണ്. ഈ കൂരിരുട്ടിൽ കെട്ടുപോകുക എന്ന് പറയുമ്പോൾ അവന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന്. ഈ കൂരിരുട്ടിൽ വിളക്കില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. മുൻപിൽ എന്താണോ, മുൻപ് വഴിയാണോ, അതോ അവിടെ ശത്രുതയാണോ, അവിടെ അപകടമാണോ എന്നൊന്നും കാണാനായിട്ട് കഴിയത്തില്ല. അപ്പനെയോ അമ്മയോ ദുഷിക്കുന്നവൻ, അപ്പനെയും അമ്മയും അനുസരിക്കാതെ ബഹുമാനമില്ലാതെ ജീവിക്കുന്നവൻ്റെ ജീവിതത്തെക്കുറിച്ച് വചനം പറയുന്നത് തന്നെയാണ്, അവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ, അവൻ ഇരുട്ടിൽ കൂടെ വിളക്കുമായി യാത്ര ചെയ്യുന്നുണ്ടെന്ന സന്തോഷം അവനുണ്ടാകുമ്പോൾ പെട്ടെന്ന് അവൻ്റെ വിളക്ക് അണഞ്ഞു പോകപ്പെടുന്ന ഒരവസ്ഥയാണ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുക. അത് സദൃശവാക്യങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ, അനുസരിക്കാതിരിക്കുന്നവൻ, പരിഹസിക്കുന്നവൻ്റെ കണ്ണ് തോട്ടൻ അരികത്തുണ്ടായിരിക്കുന്ന കാക്ക കൊത്തിപ്പറിക്കുന്നൊരവസ്ഥ ഉണ്ടാകും. ജീവിതത്തിൽ തിരുത്തലുകൾ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. ഈ തിരുത്തലുകൾ അനുരഞ്ജനത്തിൻ്റെ അനുഭവത്തിൽ കൂടിയാകണം. ഈ അനുരഞ്ജനം എന്ന് പറയപ്പെടുന്നത് എൻ്റെ മാതാപിതാക്കളോടുകൂടെയുള്ള ഒരു അനുരഞ്ജനത്തിൻ്റെ അനുഭവത്തിലാകണം. എനിക്ക് ജന്മം നൽകിയ, എന്നെ വളർത്തിയ, എന്നെ സ്നേഹിച്ച, എന്നെ ചേർത്ത് പിടിച്ച, ഏതവസ്ഥയിലും ഏത് കഷ്ടതകളിലും എന്നെ മാറോട് ചേർത്ത് പിടിച്ച എൻ്റെ അപ്പനുണ്ട്, എൻ്റെ അമ്മയുണ്ട്. അവരെ ഒന്ന് കരുതുവാൻ, അവരോടുകൂടിയുള്ള അനുരഞ്ജനത്തിൻ്റെ അനുഭവത്തിൽ ഇറങ്ങിച്ചെല്ലുവാനായിട്ട് നമുക്ക് കഴിയണം. പലപ്പോഴും യാക്കോബിനെ പോലെ നമ്മുടെ മക്കൾ മാറിപ്പോവുകയാണ്. യാക്കോബിനെ പോലെ ഞാൻ മാറിപ്പോവുകയാണ്. വാഞ്ചനയുടെയും ഉപായത്തിൻ്റെയും ചതിയുടെയും അനുഭവത്തിൽ അപ്പനമ്മമാരെ ചതിച്ചും പറ്റിച്ചും സ്വന്തമാക്കപ്പെടുന്ന അനുഭവങ്ങൾ കടന്നു പോകുന്ന ഈ ലോകമേ, തിരുവചനം പറയുന്നുണ്ട്, അനുരഞ്ജനം ഒരു മകൻ മകൾ എന്ന നിലയിൽ നിന്നിലുണ്ടാകണം. ആ അനുരഞ്ജനം നിൻ്റെ അപ്പനോടും നിൻ്റെ അമ്മയോടും കൂടെ ആകട്ടെ. രൂത്ത് പറഞ്ഞതുപോലെ, നീ എവിടെയാണോ ഉള്ളത് അവിടെ ഞാനുണ്ടാകും. നീ എവിടെയാണോ ജീവിക്കുന്നത് അവിടെ ഞാൻ ജീവിക്കും. നിന്നെ വിട്ട് പിരിയുവാൻ നീ എന്നോടുകൂടെ കൽപ്പിക്കരുതേ. അങ്ങനെ രൂത്ത് അമ്മായിയമ്മയോടുകൂടെ ഇറങ്ങിപ്പോയി. രൂത്തിൻ്റെ തുറന്നുള്ള ജീവിതം നാം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, അപ്പനമ്മമാരെ അനുസരിച്ച, അപ്പനമ്മമാരെ മാനിച്ച, അവരോട് അനുരഞ്ജനത്തിൻ്റെ അനുഭവത്തിൽ ഇറങ്ങിപ്പോയ രൂത്തിൻ്റെ ജീവിതം ദൈവിക പ്രതിഫലത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒരു ജീവിത തലങ്ങളിലേക്ക് എത്തിച്ചേരപ്പെടുകയാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ തിരുത്തൽ അത്യന്താപേക്ഷിതം തന്നെയാണ്. ക്രൂശിലേക്കുള്ള യാത്രയാണ് എനിക്കും നിങ്ങൾക്കും. ഈ ക്രൂശിലേക്കുള്ള യാത്രയിൽ ജീവിതത്തെ ഒന്ന് തിരുത്താം. ആ തിരുത്തൽ രമ്യതയുടെ അനുഭവത്തിലാകട്ടെ. ആ രമ്യത എൻ്റെ അപ്പനോടും അമ്മയോടും കൂടെ ആകട്ടെ. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. രമ്യതയുടെ അനുഭവത്തിൽ നിൽക്കുവാൻ പരിശുദ്ധ കൃപ കൂടെ ഉണ്ടാകട്ടെ. നമുക്ക് എഴുന്നേൽക്കാം, ദൈവത്തോടു കൂടെ പ്രാർത്ഥിക്കാം. രമ്യത